ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുളക് ബജി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് പച്ചക്കറിയൊക്കെ മേടിക്കാൻ പോയപ്പോൾ കടയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ നമുക്കിത് നടു പിളർത്തിയിട്ട് ഇതിൻ്റെ കുരു കളയാട്ട അരി, അതായത് മിളകിൻ്റെ അരിയില്ല, അത് കളയാം. അതുണ്ടെങ്കിൽ നല്ല എരിവാണ്. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര വലിയവർക്കായാലും എരിവ് ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല. എരിവ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കാകുമ്പോൾ ഇത് പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിലത്തെ അരി മിളകിൻ്റെ അരിയൊക്കെ പുറത്തേക്ക് എടുത്ത് കളയാം. അങ്ങനെ നമ്മൾ മിളകിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒത്ത് നോക്കണം കേട്ടോ, എത്ര എണ്ണം ഉണ്ടാവും എന്നുള്ളത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് വറുക്കാനായിട്ട് മാവ് കൂട്ടാം കേട്ടോ. അപ്പോൾ നേരിട്ടിട്ടത് കടലമാവ് എടുത്തിട്ടുണ്ട്, പിന്നെ എടുത്തത് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഒപ്പം കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തതിലേക്ക് കുറച്ച് ഉപ്പിട്ടു, പിന്നെ കായം പൊടി ഇടുന്നുണ്ട്, പിന്നെ ഒരു ലേശം മുളക് പൊടി കുറച്ച് പേരിന് ഇട്ടിട്ടുള്ളൂ, അധികം ഇട്ടിട്ടില്ല കേട്ടോ. കുറച്ച് മുളകിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. നമുക്ക് ദോശമാവിൻ്റെ പരുവത്തിലേക്ക് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ മാവൊക്കെ റെഡി ആയിട്ട് വെളിച്ചെണ്ണ ഓയിൽ അടുപ്പത്തിച്ച് ചൂടായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിനി ഓരോ മുളക് ഇട്ടിട്ട് നന്നായിട്ട് മാവിൽ മുക്കിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ അല്ല കേട്ടോ, ഓയിലിട്ടെടുത്താണ്. ഓയിലിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നോരോന്നിട്ട്. നന്നായിട്ട് മാവ് പിടിക്കണം കേട്ടോ അതിലേക്ക്, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മുളകും അതിൻ്റെ മാവും കൂടി വരുമ്പോൾ പൊതിഞ്ഞ് നിൽക്കണം. അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്ന് വേഗം ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ട്രിപ്പിൽ ഞാൻ 3 കേട്ടോ ഇട്ടത്. പിന്നെ ഒരു സൈഡായിപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മറിച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ, അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇട്ട് തിരിച്ച് ശരിയാക്കി. അങ്ങനെ ഒരുവിധം മരുന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരുവിധം ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൻ്റെ ഒക്കെ എടുത്തു കേട്ടോ. പിന്നത്തെ ട്രിപ്പ് കൊണ്ടിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ എല്ലാതും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ അടിപൊളിയായിട്ടുള്ള മുളക് ബജി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വൈകിട്ട് ചായക്ക് കഴിക്കാനായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.